ഏട്ടൻ വന്നില്ലേ അച്ഛാ? ഇല്ല, അവൻ ആസ്പത്രി തന്നെ നിൽക്കുക. മുതലാളിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഹാർട്ടിന്റെ കാര്യല്ലേ, മൂന്നാമത്തെ അറ്റാക്കാ. കിട്ടാൻ പ്രയാസാന്നാ പറയണേ. ഇടയ്ക്കൊരു ഓർമ്മ വരുമ്പോ മക്കളെ കാണാന്ന് പറയും. ഭാർഗവനി രാഘവനെ അറിയിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്നും കോയമ്പത്തൂർ നിന്നൊക്കെ ആയിട്ട് അവന്മാർ എപ്പോഴങ്ങനെ എത്തണാവും. ആരാ? ഞാൻ ആശാനെ. എന്താ എന്താ സംഗതി ആകെ കുഴപ്പമായി. എന്ത് പറ്റി? പോലീസ് റെയ്ഡിന് എത്തിയിട്ടുണ്ട്. മോലാലി ഇവിടെ സ്വർണ്ണം ഒളിപ്പിച്ചുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞിരിക്കുന്നു? അനന്ത, നീ എന്താ ഈ പറയണേ? ആരും ഒറ്റ കൊടുത്തതാ. എത്രയും വേഗം ഉരുപ്പടികൾ ഇവിടുന്ന് മാറ്റണം ജയദേവൻ പറഞ്ഞു. വേഗം ആവട്ടെ. ഈ സമയത്ത് ആരെ ഇങ്ങനെ ഒറ്റ കൊടുക്കാൻ? ആരാന്ന് ഒരു പിടിയില്ല. എന്തായാലും നേരത്തെ വിവരം അറിഞ്ഞു നന്നായി. എന്നാലും മുതലാളി അത്യാസന നിലയിൽ കിടക്കണ നേരത്തെ ആരായി ചതി ചെയ്ത്? ആർക്കറിയാം. ഏതായാലും ലൈറ്റ് അടച്ച് ബാധടച്ച് കിടന്നു. ഞാൻ പുറകുവശം വഴി പോയിക്കോളാം. ഭഗവാനെ, ഇപ്പഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനി മനസമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാലോ. നിന്റെ ഒരു മനസമാധാനം. കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തേടിയാ പോലീസ് വരാൻ പോണത്. ആരാ? ഞാനാച്ചാ. ഓ, മുതലാളി മരിച്ചു. ഈശ്വര. ഭാർഗവനും രാഘവനും എത്തിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നായിരുന്നു. അവരോട് എന്തോ പറഞ്ഞു. എപ്പോഴാ ഉണ്ടായത്? അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റായി കാണും. എല്ലാം കഴിഞ്ഞല്ലോ എന്റെ ഭഗവാനെ. അപ്പോ റെയ്ഡിന്റെ കാര്യം നീ എപ്പോഴാ അറിഞ്ഞ്? റെയ്ഡോ? ആ, എന്ത് റെയ്ഡ്? വല്ല പോലീസ് റെയ്ഡിന് വരണമെന്നും ഇവിടത്തെ ഉരുപ്പടികൾ മുഴുവൻ മാറ്റണമെന്നും പറഞ്ഞ് നീ ആനന്ദനയച്ചില്ലേ? ഞാനോ? ആ, അനന്തരം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഏട്ടൻ പറഞ്ഞു വെച്ചതാണെന്ന് പറഞ്ഞ് സ്വർണം മുഴുവൻ മേടിച്ചോണ്ട് അനന്തേട്ടൻ പോയല്ലോ. ചതിച്ചോ ഭഗവതി? അച്ഛനെ മരിച്ചിട്ടുള്ളൂ. മക്കള് 2 ആള് ബാക്കിയുണ്ട്. മര്യാദയ്ക്ക് ഉരുപ്പടികൾ തിരിച്ചു തരണം. നല്ലത്. വേഷം കെട്ടെടുത്താലുണ്ടല്ലോ. ഞാൻ പറയുന്നു കേക്ക് മക്കളെ. ഞങ്ങൾക്ക് ഒന്നും കേക്കണ്ട. അച്ഛന്റെ വിശ്വസ്തനായി നടന്നിട്ട് തഞ്ചം കിട്ടിയപ്പോ എല്ലാം ഒതുക്കാൻ നോക്കുന്നല്ലടാ. അയ്യോ, ഞാൻ ദൈവദോഷം പറയല്ലേ. ഒരു പണവിടെ സ്വർണം പോലും ഇതുവരെ ഈ മനുഷ്യനെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇട്ടുമൂടാനുള്ള സ്വർണം മുഴുവൻ കാക്ക കൊത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞ് കൈമലത്തി കാണിക്കുന്നല്ലേ? മോനെ, സത്യം പറയടാ, എവിടെയാടാ സ്വർണ്ണം ഒളിപ്പിച്ചേക്കണത്? ഒരു സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഒന്ന് നിർത്തണ്ടോ? ഇനി എന്റെ അച്ഛനെ തല്ലരുത്. അല്പമെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? 10-30 കൊല്ലം ഭൂതത്താനെ പോലെ നിങ്ങളുടെ നിധി കാത്തോണ്ടിരുന്ന മനുഷ്യനാണിത്. കണ്ണിച്ചോരല്ലാണ്ടെങ്കിലും പെരുമാറരുത്. നീയും കൂടി ചേർന്നുള്ള കളകളിയല്ലടാ. കള്ളക്കളിയല്ല. അനന്തൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും കരുതിയില്ല. എന്നിട്ട് അനന്തരം എവിടെ? എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരാം. ദയവേത് ഈ പാവത്തിനൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അനന്തരം നീ എപ്പോ കൊണ്ടുവരും? ഒരാഴ്ച എനിക്ക് അവധിതാ. ശരി, ഒരാഴ്ച. അതിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഉരുപ്പടികൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒറ്റെണ്ണത്തിന്റെ ശവം പോലും ബാക്കിയാണില്ല. ആ വാണ. അച്ഛാ, ഈശ്വര, ഈ വയസ്സുകാലത്ത് കള്ളെന്നുള്ള പേര് കേൾക്കേണ്ടി വന്നല്ലോ. അച്ഛൻ വിഷമിക്കരുത്. അനന്തനെ കണ്ടുപിടിച്ച് അവന്മാരുടെ സ്വർണം ഞാൻ തിരിച്ചേൽപ്പിക്കും. ഒരാഴ്ച കൊണ്ട് നീ അവനെ എവിടുന്ന് കണ്ടുപിടിക്കും മോനെ? ഞാൻ കണ്ടുപിടിക്കും. അച്ഛന്റെ ജയദേവനാ പറയണേ. നിന്റെ അച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. നീ അത് തെളിയിക്കണം. തെളിയിക്കും. ഞാൻ തെളിയിക്കും അച്ഛാ. പക്ഷേ ഒരാഴ്ച പോലും കാത്തിരിക്കാൻ ആ മനസ്സിന് കരുത്തുണ്ടായിരുന്നില്ല. എന്നേക്കുമായി ഈ ഭൂമിയോട് തന്നെ യാത്ര പറഞ്ഞ് അച്ഛൻ പോയി. ആ ആത്മാവിനോടുള്ള കടപ്പാട് തീർക്കാൻ സാധിച്ചില്ലേ പിന്നെ എന്റെ ജന്മം കൊണ്ട് ഒരർത്ഥമില്ല. ആതിരയിലൂടെ അനന്തനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ വേഷം കെട്ടലൊക്കെ. അല്ലാതെ ആരെയും വേദനിപ്പിക്കാനൊന്നുമില്ല. അനന്തനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റുന്നതല്ലല്ലോ. മനസ്സിൽ തനിയെ തോന്നേണ്ടതല്ലേ. ആരെ കണ്ടുപിടിക്കാനാണെങ്കിലും ഞാൻ കൂട്ടു നിൽക്കാം. പക്ഷെ ആതിരെ ഒരിക്കലും മറക്കരുത്. ആതിരെ, ഐ എം റിയലി സോറി. ആതിര പറഞ്ഞത് നേരാ. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ലല്ലോ. ബോധ്യായി. എനിക്കിപ്പോ ശരിക്കും ബോധ്യായി. സോറി. ഭാർഗവനും രാഘവനും നിങ്ങൾ ഒറ്റുകൊടുത്ത് ഞാനാ. പക്ഷെ ഇങ്ങനെ ഒരു ട്രാജഡി സ്റ്റോറി നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സോറി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. സ്വാമി, അല്ല ജയദേവ, രാമദാസ, ഒരുപാട് ഉപദ്രവം ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അറിവില്ല പാവിയാണെന്ന് കരുതി ഓർക്കണം. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. എന്റെ മനസ്സിന്റെ കൺട്രോള്
കൈവിട്ടിട്ടാ വരട്ടെ വരച്ചാതിരെ. തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിപ്പോ. അനന്തനെ കൈ കിട്ടുന്നവരെ കാര്യങ്ങളുടെ സത്യാവസ്ഥ വൈദ്യരോട് പറയാൻ പറ്റില്ല. കൂടുതൽ വൈകിയ ആദ്യം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്തായത് ജയദേവ, കലാശക്കളി വരെ എത്തിയിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു തളർച്ച? അനന്തനെ എനിക്കേ അറിയൂ. ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. താൻ ഇവിടെയുള്ള വിവരം അനന്തൻ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് താൻ എന്തിനാടോ പേടിക്കണേ? കല്യാണ പന്തലിൽ വെച്ച് അനന്തൻ ജയദേവനെ കണ്ട് ഞെട്ടും. ആ നിമിഷം മുതലുള്ള സംഭവങ്ങളെല്ലാം ഈശ്വര അനുഗ്രഹം കൊണ്ട് നമ്മൾ ചാർട്ട് ചെയ്ത പ്രകാരം തന്നെ നടക്കും. നീ ധൈര്യമായിട്ടിരിക്കെ. ഇതിൽ കൂടുതൽ സ്നേഹവും ധൈര്യവും എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. എന്നിട്ട് ഞാൻ തോക്കുകയാണെങ്കിൽ ഈ ജയദേവൻ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ഓർമ്മ മാത്രമേ മാറും. അതെ ജയദേവ, എന്താ ഇത്? കൂടുതലൊന്നും എഴുതുന്നില്ല. എന്തായാലും അമ്മയും സ്വർണവും കല്യാണ സമയത്ത് എത്തുക. എന്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന് നിങ്ങൾ സാക്ഷികളാകണം. ഇവിടെ എന്നെ സഹായിക്കാൻ നല്ലവരായ എന്റെ കൂട്ടുകാരുണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുക. എല്ലാവരും കയറിക്കോളൂ. മാമ്പള്ളി, ഇവിടെ മാമ്പള്ളി, സമയമാവണു. വിളിക്കാൻ നേരത്തെ മണ്ഡപത്തിലോട്ട് ചെല്ലട്ടെ. അവിടുത്തെ ഒരുക്കങ്ങളൊന്നും മാമ്പള്ളി പൂർത്തിയായി. പോയിക്കോളൂ, ഞങ്ങൾ ഉടനെ എത്തിക്കോളാം. എന്താ കുട്ടികളെ, സമയമാവണു, വണ്ടിയെ കയറുക. സുഭദ്ര എവിടെ? സുഭദ്രാമച്ചി ഒരുങ്ങാണ്. ഹായ്, ഇപ്പോഴും ഒരുങ്ങിട്ടിരിക്കുക. സുഭദ്രേ, ഞാനൊന്ന് ആശ്രമം വരെ ചെന്നിട്ട് വരാം. വേണ്ട അതിരെ, മുത്തശ്ശനൊക്കെ ഇപ്പൊ വരൂട്ടോ. ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ പോയിരിക്കാന്ന് പറഞ്ഞാ മതി. നന്ദിനി, ഞാൻ ഇപ്പൊ വരാട്ടോ. ശരി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഗുരുവെ, ചെയ്തു പോയ അപരാധങ്ങളെല്ലാം പൊറുക്കണം. അതിരെ നീ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണെന്ന്. കുന്നമംഗലത്തെ പെൺകുട്ടികള് ഏറ്റവും പവിത്രമായി കാണുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് തറവാടിന്റെ പടി ഇറങ്ങി പോവാണ് ഞാൻ. മണ്ഡപത്തിൽ ഞാൻ കാത്തിരിക്കും. ചേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന വിശ്വാസത്തോടെ. മറ്റൊരാൾക്ക് കഴുത്ത് നീട്ടേണ്ടി വന്ന പിന്നെ ആദര ജീവനോടുണ്ടാവില്ല. സത്യം. എന്തായി താമസം? നിങ്ങൾ വിട്ടോളുക. കുട്ടികളെ, നിങ്ങൾ ആ വണ്ടിയിലേക്ക് കയറുക. സുഭദ്രാമേ, മാമ്പള്ളി എവിടെ? അവൻ മണ്ഡപത്തിലേക്ക് പോയില്ലേ? ഹായ്, ഞാൻ ആ കാര്യം മറന്നു. കുട്ടി, നീ എവിടെയായിരുന്നു? ഗുരുസ്വാമിയുടെ മെതിയടി തൊട്ട് തൊഴാൻ. നന്നായി. ജയദേവാനന്ദ സ്വാമി ധ്യാനത്തിൽ നിന്ന് ഉണർന്നോ കുട്ടിയെ? ഉവ്വ്, ഒരുങ്ങാണ്. നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? കരഞ്ഞു? ആ ബാഹുലയ, സ്വാമിക്ക് പോകാനുള്ള വണ്ടി എവിടെ? ഇപ്പൊ വരും. മനസ്സിലായില്ല. ശ്രീ ജയദേവാനന്ദ സ്വാമിജിയെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമി പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണല്ലോ. ഇന്നെന്റെ പേരക്കുട്ടിയുടെ വിവാഹമാണ്. അധികം താമസിപ്പിക്കില്ല. കല്യാണ മണ്ഡപത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചോളാം. ഓ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഒന്നും തോന്നരുത്. അസൗകര്യമാവില്ല എങ്കിൽ സ്വാമിമാരും കൂടി ഈ ചടങ്ങിൽ സമ്മതിക്കണം. എന്റെ കുട്ടിയെ അനുഗ്രഹിക്കണം. അങ്ങനെയാവട്ടെ, എത്തിക്കൊള്ളാം. ഓ, വരിക, വണ്ടിയിലേക്ക് കയറുക. വരൂ കുട്ടിയെ. അല്ല, ഇതേതാ ഈ സ്വാമിമാര്? അതറിയാനാണോ ഇപ്പൊ ധൃതി? വണ്ടി എടുക്ക. ആ, ജയ് ശ്രീ ജയദേവാനന്ദ സ്വാമി. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഞങ്ങളോടൊപ്പം പോന്നോളൂ. മര്യാദക്ക് ഞങ്ങളോടൊപ്പം വരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ സ്വാമിയുടെ സമാധി ഇവിടെ തന്നെ കെട്ടേണ്ടി വരും. ഇവിടെ പിടി. ബാഹുലയ, ഇതേതാ ഈ സ്വാമിമാര് കുറെ നേരം ഇവിടെ കിടന്ന് കറങ്ങുന്നു? ഇവന്മാര് സംഗതി വശപ്പശക്കാണെന്ന് തോന്നണത്.
എന്താ ഞങ്ങളുടെ കഴുത്തിലിട്ട് മുറുക്കാൻ പ്ലാൻ ഇടുകയാണോ? അമ്മേ കളി കളി. കുറച്ച് നേരമായാലും അത് വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട്. പരികർമ്മി സ്വാഹ, സ്വാഹ. ഇത് സ്വാമിയുടെ മാലയാണല്ലോ. ഭാർഗവേട്ടാ, വണ്ടി തിരിച്ചോ.